ഇതെന്താ ബാങ്ക് കൊടുക്കാത്ത? ഇനി ബേജാറല്ല പാത്തു, അതിൻ്റെ നേരാ ബാങ്ക് കൊടുക്കൂ. ഇതാരേ കലും കൈണ്ടൊക്കെ ഒരു ഗുണമില്ലല്ലോ. ഒപ്പം ഉണ്ടാക്കിയേ എനിക്ക് ഉണ്ടാക്കാറിനൂടെ ഉമ്മാനോടൊന്നും ചോദിച്ചാ പോരെ? ഒരു കുഴപ്പമില്ലല്ലോ, നല്ല അലുമ്പാണല്ലോ. ഉമ്മ ഒച്ച കേൾക്കുന്ന നാളെ സാൻഡ് ബാങ്ക്സ് എല്ലാം കറങ്ങിയിട്ട് വരുന്നു. ഉമ്മ റെഡിയാക്കും. ഉമ്മ ഞാള് രണ്ടാളും മാഹി പാർക്ക് പോകുന്നുണ്ടേ. എല്ലാന്ന് ഞാൻ ഒറ്റക്ക് എന്തൊക്കെ നീ അടുക്കളയെന്ന് ഇവര് സെൻറ്റ് ബാങ്ക്സ് പോന്നാ പോലെ ഓല് മാഹി പാലത്തും പോന്നാ പോലെ. ഉമ്മ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ പോണെന്ന്. നോക്ക്, ആരും എവിടെയും പോകുന്നില്ല. എല്ലാവരും ഓരോ ബൈക്കങ്ങ് കീഞ്ഞു പോയാൽ മോന്തിക്കത്തുള്ള സാധനം ആരാ ഉണ്ടാക്കുക? ഇവൾ ഒറ്റക്ക് ഉണ്ടാക്കുവനാ? ഉപ്പ ഞാക്ക് പോവാണ്ടിരിക്കാൻ പറ്റൂല. ഇക്കാന്റെ ഫ്രണ്ട്സ് എല്ലാം വരുന്നതാ. ഈ കാണുന്നൊക്കെ ഞാൻ രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന, എനിക്ക് തന്നെ വേണം. അസ്ന നിക്ക്. ഒന്നും പറയണ്ടാന്നു, പോന്നെല്ലാം പോട്ടെ, ഞാനങ്ങ് ചെയ്തോളൂ. എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കണം. കുറ്റം മൊത്തം അസ്ന ഇങ്ങനെ കഴിക്കണ്ട പോയേ. എന്നാ കഴിക്ക്. വേണ്ട. കഴിക്ക്. ഇതെന്താ കാക്കു കല്ലുമ്മ കൈയില്ലാത്ത? കല്ലുമ്മ കഴിക്കോണ്ടേ. ആ പോയിട്ട് എന്നാ ഇതോടൊക്കെ ഒറ്റക്ക് തന്നണ്ടീറ്റാ ഓരോരുത്തർ പിണങ്ങി പോന്നെ. ഉളുപ്പില്ലാത്ത തീറ്റകള് ഒല്ല പറഞ്ഞ കൊണയില്ലാന്ന്. എനിക്കാവൂല കാക്കു, ഓക്ക് രാവിലെ തന്നെ ഇറങ്ങി അങ്ങ് പോയാ പോരെ. ഇനി രാവിലെ തന്നെ തുടങ്ങിയ അല്ല കറണ്ട് ബില്ല ഇത്. ഇതെന്താ ഇത്രയും കറണ്ട് ബില്ല് ഇപ്പർക്ക്? ഓക്ക് ഡെയിലി കുപ്പായം തേച്ച് പോണ്ടേ, പിന്നെ കറണ്ട് ബില്ല് കൂടൂലേ? ഞാൻ ജോലിക്ക് പോകുന്നോണ്ടാ ഡെയിലി തേക്കുന്നേ. അന്താ കറണ്ട് ബില്ലിന്റെ പകുതി പൈസ ആളും തരുന്നില്ലേ? എന്താ ഓളെ കിബറ്? ഓളെ എറിങ്ങിക്കെട്ടി പോന്നാണ്ടാ വിചാരിക്കും. ആ 6,000 റുപ്യ സാലറി ഇല്ല. എടി അത് അത്രക്ക് വലിയ ജോലിയൊന്നുമല്ല. കാക്കു എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നല്ലേ. അസിന, നീ അവനോട് ഒസ് കളക്കി കുത്തിരിക്കുന്ന ഉപ്പാൻ്റെ എല്ലാം പോയി തിരുമ്പി അറിയിട്ടാനെ ചെല്ലേ. ഞാനെന്താ ഇവിടെ പണിക്കാറ്റം വന്നെയാ? വടയുടെ തായങ്ങാടിയിൽ ഏറ്റവും വലിയ കച്ചവടക്കാരൻ എൻ്റെ ഉപ്പ. ഓരോ ജോലി ഉണ്ടെന്ന് മറ്റു മലേഷ്യയിൽ. എടാ ഞാനെന്ത് ചെയ്യാൻ? എൻ്റെ വിസ വരാനിട്ടല്ലേ. ഇക്ക ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യ. ഞാൻ ജോലിക്ക് പോകുന്നോണ്ട്. ഉമ്മ പറയുന്ന ഒരു മാസം ലീവ് എടുക്കാൻ. നോമ്പാന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒരു മാസം ലീവ് വരുവാ? ഇനി ജോലിക്ക് വേണ്ട നമ്മൾ EMI നിന്ന് പോവില്ലേ? അസ്ന പറയുന്ന ഇവിടെയുള്ള പണിയെല്ലാം ഓളാ എടുക്കലെന്ന്. വൈകുന്നേരം വന്ന നിനക്കാവുന്ന പണി ഞാനും എടുക്കുന്നില്ലേ? നിങ്ങളിങ്ങനെ അടി ഉണ്ടാക്കല ഷാഹിന. കൂട്ടുകൂടുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അടിയൊന്നുമില്ലക്കാ, ഓളപ്പോൾ ഉള്ളിക്കൂട്ടിയുള്ള കളിയാ. എല്ലാവരോടും പറഞ്ഞ് നടക്കുകയും ചെയ്യും, എൻ്റെ മുഖത്തൊക്കെ ചിരിക്കുകയും ചെയ്യും. ഉമ്മ ഞാൻ പോയിനെ. അതാ നോമ്പ് കൊടുത്ത് ഭക്ഷണം കഴിക്കുന്ന രാവിലെ തന്നെ. ഉപ്പ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽ ഷോപ്പ് ഒന്ന് റിനോവേഷൻ ചെയ്യണം. ആധാരം ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് എടുത്തു തരൂ. ആധാരം വെച്ചിട്ടുള്ള ഒരു കളിയും നടക്കൂലേ? ഫൈസൽ ഉപ്പാനെ ചാക്കേണ്ട പരിപാടിയാണല്ലോ. ഞാനങ്ങ് എടുത്തു തരൂ ഉപ്പ. നടന്നു തന്നെ. ഉപ്പ ഒന്നിങ്ങോട്ട് വാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്തെന്നാ? ഇങ്ങോട്ട് വാ. ഈ
ഇവളെടി കൂട്ടിക്കൊണ്ടുവന്ന് നോമ്പെടുക്കുന്നും പറഞ്ഞ് ഇനി ഞാളെല്ലാം പറ്റിക്കുന്ന അപ്പം വാതിലടച്ചിട്ട് ഇതല്ല പരിപാടി അല്ലേ? അല്ലോ എന്താ അസ്നാന്റെ നോമ്പോറയെല്ലാം നേരത്തെ കഴിഞ്ഞിനി. നീ ബാ ബാ. എൻ്റെ മാനം പോയി, മര്യാദയും പോയി. അസ്ന, ഐസ്ക്രീം എന്നാ? എനക്കൊന്നും വേണ്ട. എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവറല്ലേ? നിങ്ങൾ ഇതിനെ ഇപ്പൊ ഇത് വാങ്ങിട്ട് വന്നേ? നമുക്ക് നോമ്പല്ലേ? അതിന് നമ്മൾ ഇന്ന് നോമ്പ് എടുത്തില്ലല്ലോ. അത് ഉമ്മക്കെല്ലാം അറിയോ? ഒരക്കാരോ അറിഞ്ഞു, ഇനി നാട്ടുകാരും കൂടെ അറിയിക്കണം. എടി അസ്ന, എടി അസ്ന, എന്തിന്നാ നിങ്ങൾ അതായിരിക്കും കൊടുത്തിട്ട് വന്നാൽ മതി. അസ്ന, അസ്ന, ഈ ഡ്രസ്സിൽ ഇന്നൊക്കെയാണ് എന്ത് മനസ്സാ? നന്നായി പോയിട്ട് ഇതിന് എന്നോട് ദേഷ്യപ്പെടുന്നേ? എനിക്ക് നിങ്ങളോടൊന്നല്ല, എനിക്ക് ആ ഷായിൻ എന്നോടാ ദേഷ്യം. എനിക്ക് തിന്നുമ്പോൾ വാതിലടച്ചുവിടാനോ? എനിക്ക് നിക്കോള് ജനലിലോട്ട് നോക്കുന്നു. ഒക്കെ രാവിലെ കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ, എന്നിട്ട് ഓൾ എന്നോട് ഇങ്ങനെ ചെയ്യണേ? അവൾക്ക് കണ്ടില്ല എന്ന് അടിച്ചാൽ പോരാനാ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വാ കാക്കോ, ഞാൻ അവളെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഉമ്മ, എൻ്റെ ഒരു വളയില്ല, ഒരുത്തലും നോക്കിയിട്ട് കാണുന്നില്ല. അതെവിടെ പോവാനാ? എല്ലായിടും നോക്കിനും ഉമ്മ, ഒരുത്തലും കാണുന്നില്ല. എന്തെന്നാ? ഓളൊരു വള കാണുന്നില്ല പോലും. വളയാ? നീ വെച്ചെടുത്ത് തന്നെ നന്നായിട്ട് നോക്കിയാണ്. വെച്ചെടുത്തെല്ലാം നോക്കിനുപ്പാ, എനക്കറിയാം ആരാ എടുത്തേന്നല്ലോ. ഇവിടുന്ന് ആരെടുക്കുവനാ? എടാ, എനിക്കിപ്പോൾ മലേഷ്യ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ വീട്ടുകാരൊന്നും അറിയില്ല. പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റിൽ അടിച്ചിന്. ആന്നാ കാക്കു ബ്ലാക്ക് ലിസ്റ്റ്? എടാ, അതെൻ്റെ ഫ്രണ്ടിൻ്റെ പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് അടിച്ചിന്. എന്ന് വെച്ചാൽ എനിക്ക് തിരിയുന്നില്ല. ഒന്നുമില്ല, നീ നോമ്പ് ഓർക്കാൻ സമയം എല്ലാം സാധനം എടുത്തേക്ക്. നോമ്പ് ഓർക്കാൻ സമയമൊന്നും ആയിട്ടില്ല. എൻ്റെ വള കാണുന്നില്ല എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഒരു കുലുക്കയില്ലാത്ത? അത് ആടെ എങ്ങനെ ഉണ്ടാവും? നീ ബലം നോക്ക്. നിങ്ങളൊരു കാര്യം അറിയാം, ഓൾ എങ്ങനെയാ എൻ്റെ വള എടുത്തേ? നീ കണ്ടുക, കാണാത്ത എന്തിനാ പറയുന്നേ? അല്ല ഞാൻ നോമ്പ് പറഞ്ഞല്ലോ, സെറ്റായാ? നോമ്പ് പറയാ, എൻ്റെ രണ്ടും എൻ്റെ വള കാണുന്നില്ല. അന്നേരം ജോള എന്തായി പോയി? എൻ്റെ വള കാണുന്നില്ല. കാണുന്നില്ലേ? എന്തെന്നാടാ? ഒന്നുമില്ലടോ, ഓളെ വള കാണാണ്ടായത്. അത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? നീ നല്ലോണം നോക്ക്. ബാ നോമ്പ് തുറക്കാനോ? നോമ്പ് ഓർക്കാൻ ഇവിടെ ഒന്നും ഇല്ലടാ. ഇവിടെ ഒന്നും ഉണ്ടാക്കിക്കൊന്നുമില്ല. എന്താ? ഉമ്മാക്ക് രാവിലെ സുഖയില്ലടാ. അസ്നയല്ലേ എവിടാ? ഞാനൊരു സാധനം ഉണ്ടാക്കൂല എൻ്റെ വള കിട്ടാണ്ട്. നിന്റെ വള ഇവിടുന്ന് ആരെടുക്കാനാ? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, നല്ലോണം നോക്കി നോക്ക്. എന്തെന്നാ? അസ്നാൻ്റെ വള കാണാണ്ടേക്ക്. ഈ പോരൊന്ന് ആരാ വള എടുത്തേ? എനക്ക് ആരാന്ന് മനസ്സിലാക്കി. ആരാന്ന് നോക്ക്. നോമ്പ് പോയിട്ട് ഇനി വെറുതെ കള്ളത്തം പറയാറേ. ഈ പോരെ നിന്റെ ഓള വള ആരെടുക്കുവാനാ? ഇനിയും എൻ്റെ ഓളല്ലാണ്ട് വേറെ ആരും എടുക്കാനാ പൊന്ന്? അല്ലോ, ഇതെന്തല്ലേ പറയുന്നേ? എന്ത് വർത്താനാ പറഞ്ഞേ? നീ കണ്ടിക്ക ഞാൻ എൻ്റെ ഓള് പൊന്നെടുക്കുന്നേ? കണ്ടിക്ക മേത്തോട്ടെ. അല്ലോ ഫൈസലെ, ഇതെന്താ? ഇനി നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. ഓല് വരട്ടെ, വന്നോണ്ടിരിക്കുന്നുണ്ട്. ഉപ്പ പോലീസിനെ ഒന്ന് വിളിക്കണ്ട. ഓല് വരട്ടെ. ഓല് വന്നിട്ടാ ഞാൻ ഈ മുറ്റത്ത് നിന്ന് കൊലക്കാരും. വളാരാ എടുത്തെന്ന് എനക്കും അറിയണം. വേണ്ട ഉപ്പ, ഉപ്പ പോലീസിനെ ഒന്ന് വിളിക്കണ്ട. വള എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ എന്തെന്നാ കാണുന്നില്ല എന്ന് പറഞ്ഞേ? മക്കളെ, എല്ലാവരും കേൾക്കാനാ ഞാൻ പറയുന്നത്. ഈ പുണ്യമാസത്തിൽ ഒരു തരി പോലും കളത്തരം നമ്മൾ പറയാൻ പാടില്ല. ഈ മാസത്തിലെങ്കിലും എല്ലാവരും തമ്മാമിൽ സ്നേഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷിച്ചും പരസ്പരം സഹായിച്ചും നമ്മൾ ഈ ലോകത്തിനൊരു മാതൃകയാവണം.